ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കാര്യത്തെ കിളിക്കൂട്ടിൽ നിധി ഇങ്ങനെ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സുധീഷ് അവളോട് പറയാണ്, ഓ എന്തൊക്കെയായിരുന്നു എല്ലാം ഉള്ളിൽ വെച്ചിട്ട് നീ ഇതൊക്കെ ചെയ്യാണോ എന്ന്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്താണ്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അല്ല കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നീ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് ജോലിക്ക് പോകണം, പഠിക്കണം, രണ്ട് കാലിൽ നിൽക്കണം, പക്ഷെ നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്കറിയായിട്ടൊന്നുമല്ല, പക്ഷെ അതിന് സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ? സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് ഒപ്പിക്കണം മാഡം എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയാണ് കേട്ടോ, അതിന് കോളേജിൽ പോയി സംസാരിക്കണം മിസ്റ്റർ. അപ്പം അവൻ പറയാണ്, ആ അതാണ് വേണ്ടത്, അപ്പം പോയി സംസാരിക്കുക, എന്നിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊണ്ടുപോവാ, അല്ലാതെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണക്കാരെ ആലോചിച്ച് സമയം കളയല്ല വേണ്ടത്. അപ്പം നിധി പറയുന്നുണ്ട്, അതും വേണ്ട കാര്യം തന്നെയാണല്ലോ. അല്ല നിങ്ങൾക്കൊക്കെ എന്താ സുഭാഷ് ചേട്ടൻ്റെ കല്യാണക്കാർ വരുമ്പോൾ ഇത്ര ഉഴപ്പ്? അല്ല നിങ്ങൾക്ക് വെച്ച് വിളമ്പ് ഉണ്ടാക്കി തരാൻ സുഭാഷ് ചേട്ടൻ ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ടാണോ? അല്ലാതെ എന്താ ഇത്ര ഉഴപ്പ്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, നീ വെറുതെ ഓരോന്നുണ്ടാക്കലായിട്ടോ നിധി, അങ്ങനെയൊന്നുമില്ല, ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല, നീ വിചാരിക്കുന്ന പോലെ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ ഇയാൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാൻ എന്തായാലും സർട്ടിഫിക്കറ്റിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ നാളെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് തക്കലേക്ക്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഓ എന്താ മനപ്പൊരുത്തം, ഞാൻ മനസ്സ് കണ്ട നിധി മാനത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ചിരിക്കാട്ടോ. പക്ഷെ നിധി മൈൻഡ് ചെയ്യാതെ പോയി. അപ്പോൾ അവൻ ഏറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിധിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ നിധി അവിടെ സോഫയിൽ ഇരിക്കുകയാണ്. നമ്മുടെ സുധീഷ് ഉണ്ടോ വിട്ട് കൊടുക്കുന്നത്? സുധീഷ് വീണ്ടും അവളുടെ വയറ്റിൽ തന്നെ പോയിട്ട് പറയാണ് കേട്ടോ, നമുക്ക് രാവിലെ ഇവിടുന്ന് കാറിൽ പോകാം, എന്നിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഊണൊക്കെ കഴിച്ചിട്ട് കോളേജിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഹലോ ഹലോ ഹലോ, നിങ്ങൾ വരണമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, നിങ്ങൾ വെറുതെ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അപ്പോൾ സുധീഷ് പറയാണ്, എന്തിനാ നിധി, ഒരു കാറൊക്കെ അല്ലേ, നമ്മൾ വെറുതെ ബസ്സിന് നീ പോകണോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അപ്പോൾ അവൻ പറയാണ്, ഞാൻ വേറൊരു ഡ്രൈവറായിട്ട് കൂടെ വരാം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ട വരണ്ട, അന്നൊരു ഫേക്ക് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ ജോലിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇടപെടണ്ടെന്ന്. ഒന്നും ഏക്കാത്തോണ്ട് സുധീഷ് പറയണം, ഒന്നും പറ്റില്ല, നിധി ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം കേട്ടോ. അതിൽ അവൾക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങൾ ആരും എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് വീണ്ടും ഒന്ന് റോങ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അവൻ പറയുന്നില്ല, ഞാൻ നിൻ്റെ പിന്നെ ഒന്നും പറയാൻ അവന് പറ്റുന്നില്ല. വിക്കിം കൊണ്ട് പിന്നെ പറയാണ് ലോക്കൽ ഗാർഡിയൻ. അപ്പോൾ അവൾ പറയണം, ആര് പറഞ്ഞു? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആരും പറഞ്ഞില്ല, ഞാൻ തന്നെ പറഞ്ഞു. അപ്പം നിധി പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം, എൻ്റെ കാര്യത്തിൽ വെറുതെ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട, എനിക്കിത് ഇഷ്ടമല്ല. അപ്പോൾ സുഭാഷ് പറയാണ്, നീ എന്നെ വിശ്വസിച്ചല്ല ഇവിടെ നിൽക്കുന്നത്, അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരും. അത് കേട്ടപ്പോൾ നിധി എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിച്ചിട്ടോ, എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ സുഭാഷ് ഏട്ടനും അനിയന്മാരും ഉണ്ട്, ഞാൻ അവരെ വിശ്വസിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ നാക്കെടുത്ത കള്ളം പറയുന്നത് നിങ്ങളൊക്കെ ആര് വിശ്വസിക്കാനാണ്? നിധി മുഖത്തടിച്ച പോലെ ആട്ടോ സുധീഷിനോട് ഓരോ കാര്യങ്ങളും പറയുന്നത്. പക്ഷെ സുധീഷ് വീണ്ടും അതൊന്നും മൈൻഡ് ആക്കാണ്ട് അവളോട് വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിന്റെ ആരും അല്ലേന്ന് സുധീഷ് ചോദിക്കുക. അപ്പോൾ നിധി പറയാണ്, ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണക്കായ ഒരാൾ, അത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളെന്നൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയാണ്. എന്നിട്ട് അവൾ ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് തക്കലേക്ക് പോകും, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരണ്ട. ഇതും കേട്ട് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ, ഇങ്ങനൊരു കുറവില്ല എന്ന് മനസ്സിൽ പറയുകയാണേ. പക്ഷെ നിധി അത് കേട്ടു, മനസ്സിലെന്ന് പറഞ്ഞാൽ കുറച്ച് സൗണ്ടിലാണ് പറയുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഒന്നിനൊരു കുറവില്ല നിങ്ങളെടുത്തെന്ന് പറയാട്ടോ. അപ്പോൾ അവൻ പറയാണ്, ഇതും കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് ഹാളിലിരുന്നിട്ട്. അപ്പോഴാണ് ഭാസ്കരൻ മറ്റേ വെള്ളടിക്കുന്നത്. അച്ചാറ് വായിൽ വെക്കുമ്പോഴും മദ്യം വായിൽ വെക്കുമ്പോഴൊക്കെ അതിനൊക്കെ ഓരോ പാട്ട് പാടുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അതൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോഴും സുധീഷിൻ്റെ മനസ്സിൽ നിധി ഒറ്റയ്ക്ക് പോകുന്ന കാര്യത്തിനോർത്ത് ടെൻഷനാണ്. അപ്പോൾ ഏട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് വിടില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ അവൻ പറയാണ്, സുഭാഷ് ഏട്ടാ നാളെ നിധി തക്കലേക്ക് പോവാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ നികേഷ് നീ പോയിക്കോ, നിധിയുടെ കൂടെ ഒറ്റയ്ക്ക് വിടണ്ട. നികേഷിനാണെങ്കിൽ ക്ലാസ്സിലൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ടെസ്റ്റ് ഉണ്ട്, അത് ഒഴിവാക്കാനും പറ്റില്ല, ലാസ്റ്റ് ആയില്ലേ. അപ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം, എന്തിനാ പേടിക്കുന്നത്, ഒറ്റയ്ക്ക് പോയി ശീലമാവണ്ടേ. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ ഒരുപാട് ദൂരമില്ലേ, അപ്പോൾ കുറേ നേരം ആവില്ല നീ തിരിച്ചു വരുമ്പോൾ, അതാണ്, അപ്പോൾ ഒരാൾ കൂടുതൽ നല്ലതല്ലേ. സുധീഷാണെങ്കിൽ കിട്ടിയ ചാൻസ് നല്ലോണം മുതലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും സുഭാഷ് ഏട്ടാ, ഞാൻ അവളോട് പറഞ്ഞതാ ഞാൻ വരാമെന്നൊക്കെ, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് ആരുടെ സഹായം വേണ്ട, പ്രത്യേകിച്ച് നിങ്ങളുടെ, ഇനി അവിടെ പോയിട്ട് നിങ്ങൾ പറയും ഇവരെനിക്കറിയാം, അത് ഞാൻ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് കള്ളങ്ങൾ പറയാനല്ലേ എന്ന് പറയാട്ടോ. അത് കേട്ടപ്പോഴേക്ക് ഹരീഷ് നികേഷ് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അതിൽ സുധീഷ് ഒന്ന് ചമ്മി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഭാസ്കരൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടേ. സുഭാഷ് ഏട്ടൻ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എനിക്കിതൊക്കെ ഒന്ന് ശീലമാവേണ്ടേ, എന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ എങ്ങോട്ട് ഒറ്റയ്ക്ക് വിടാറില്ല, അതുകൊണ്ട് എനിക്ക് എവിടെയും അറിയില്ല, പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചല്ലേ മതിയാവും, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോയേ പറ്റൂ. സുഭാഷ് ഏട്ടാ പ്ലീസ് അത് സമ്മതിക്കും സുഭാഷ് ഏട്ടാ, എനിക്ക് എന്നാലല്ലേ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ പറ്റുള്ളൂ, എനിക്ക് ലോകം അറിയണം, ലോകം എന്താണെന്ന് അറിയണം, എല്ലായിടത്തും ഒറ്റയ്ക്ക് പോയി എനിക്ക് ശീലമാവണം. അത് മാത്രമല്ല എൻ്റെ ഫ്രണ്ട് അവിടെ വന്ന് നിൽക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്, പിന്നെ പേടിക്കാനില്ലല്ലോ. എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ എന്നെ എവിടേക്കും പോവാതെ അടച്ചിട്ട് വളർത്തി, അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി, ഇനി നിങ്ങളും അങ്ങനെ ചെയ്യല്ല സുഭാഷ് ഏട്ടാ നമ്മൾ പറയാട്ടോ. അങ്ങനെ പിന്നെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്നാ മോളെ നീ ഒറ്റയ്ക്ക് പോയി വാന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നെ രാവിലെയായി. അങ്ങനെ നിധി പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്ക് സുഭാഷ് ഏട്ടൻ കയ്യിൽ ഒരു കവറിൽ ഒരു കുപ്പി വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളത് കയ്യിൽ വെച്ചോ, അവിടെ എത്തുമ്പോൾ വിശക്കില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ട സുഭാഷ് ഏട്ടാ അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അവിടെ എത്തുമ്പോഴേക്ക് ഉച്ചയാവില്ല, പിന്നെ വെറുതെ വിശന്നിരിക്കേണ്ടത് കയ്യിൽ വെച്ചോ, എന്നിട്ട് കഴിച്ചാൽ മതി വിശക്കുമ്പോൾ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എടത്തി ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ വന്നേനെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സാരില്ലടാ, ഞാനെന്താ ചെറിയ കുട്ടിയാണോ, എനിക്കിതൊക്കെ ശീലമാവണ്ടേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധി ഒന്നുകൂടെ ആലോചിച്ചൂടെ, ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇയാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരണ്ടേ, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേ.
സുധീഷ് എന്നിട്ട് വീണ്ടും ആളാവാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ID കാർഡും അതൊക്കെ കയ്യിൽ വെച്ചില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ID കാർഡും ആധാർ കാർഡും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ. അങ്ങനെ നമ്മുടെ സുധീഷ് വീണ്ടും നിധിക്ക് മുന്നിൽ ചമ്മി. അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടൻ സുധീഷിനോട് പറയുന്നുണ്ട്, നിധീനെ നീ ഒന്ന് ബസ് കയറ്റി കൊടുക്കട്ടോ, അവിടെ വരെ ഒന്ന് പോയിക്കോന്ന് പറയണം. അപ്പോഴേക്കും മുന്നിലേക്ക് കാറ് വരികയാണ്. അപ്പോഴേക്കും ആ കാറിൽ നിന്ന് ഇറങ്ങിയ ഡ്രൈവർ വിളിച്ച് പറയുന്നുണ്ട്, സുധീഷ് ഞാൻ എത്തിട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ആരും നോക്കണ്ട, അത് ഞാൻ നിധിക്ക് പോകാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച കാർ. നല്ല വെയിലൊക്കെ ഇല്ല, അത്രയും ദൂരം പോയി വരുമ്പോൾ നിധി ടയേർഡ് ആവില്ല, അതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചതാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, സാരല്ല മോളെ, നീ അതിൽ പോയിക്കോ, എന്നാൽ പിന്നെ ധൈര്യമായിട്ട് പോയി വരാലോ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പതിവുടായ്പ തുടങ്ങിയിട്ടോ. ഡ്രൈവർ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എടാ ഇത് എൻ്റെ ട്രാവൽസിലുള്ള വണ്ടിയാന്ന് മാത്രം അവളോട് പറഞ്ഞാൽ മതി, ഞാനും നിങ്ങളുടെ പോലെ ഒരു ജോലിക്കാരനാണെന്ന് അവൾ അറിയരുത് കേട്ടോ, എടാ പ്ലീസ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓക്കെ ഡീസൽ അടിക്കാനുള്ള ക്യാഷ് ഇതാ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ അതിൽ പോയി വാ, എന്നിട്ട് ഞാൻ തരാം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹരീഷ് നികേഷ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഹരീഷ് നികേഷിനോട് പറയുന്നുണ്ട്, നമ്മുടെ ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് അറിയോ? അപ്പോൾ നികേഷ് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞുതരാം, ഇത് എൻ്റെ അണ്ടറിലുള്ള വണ്ടിയാന്ന് പറഞ്ഞാൽ മതി അവളോട് എന്നായിരിക്കും. അപ്പോൾ അവർ പൊട്ടിച്ചിരിക്കട്ടെ, നമ്മുടെ ചേട്ടനല്ല, അപ്പോൾ അതേ പറയുമെന്ന് പറഞ്ഞാൽ അവർ പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ നിധി കാറിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. അപ്പം സുധീഷ് വീണ്ടും ഡ്രൈവറോട് പറയണം, ആൻഡ്രൂസേ AC ഒന്ന് കൂട്ടിയിട്ട്. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അയ്യോ AC വേണ്ട, എനിക്ക് ചുമ വരും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്നാൽ AC കുറച്ചിട്ടൊന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ വണ്ടി എടുത്ത് പോവാണ്. അപ്പോൾ സുധീഷ് ബായ് എന്നൊക്കെ പറഞ്ഞ് ഒരു റൊമാൻസ് ആയിട്ട് അവിടെ നിൽക്കുക കേട്ടോ. കൂടെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കെയറിങ് ഏട്ടായൊക്കെ. അങ്ങനെ നിധി കാറിൽ പോകുമ്പോൾ ആലോചിക്കുന്നത്, ഒരിക്കലും ഇത് ഏട്ടനെ അറിയരുത്, ഏട്ടനെ അറിഞ്ഞൊരു പ്രശ്നം ഉണ്ടാവരുത്, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ആരും അറിയാതെ കയ്യിൽ കിട്ടണേ ഭഗവാനെ. അപ്പോഴാണ് അവിടെ ഫോണിലേക്ക് ഫ്രണ്ട് ശ്വേത വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്വേത പറയുന്നുണ്ട്, ഞാനിവിടെ ഉണ്ട്, നീ എത്തുമ്പോൾ വിളിച്ചാൽ മതി, ഞാനിവിടെ ഹോസ്റ്റലിലുണ്ട് കേട്ടോ, 15 മിനിറ്റ് മുന്നേ വിളിക്ക്, നിന്നെ കാണാൻ എല്ലാവരും ഇവിടെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. അപ്പോൾ നിധി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ആരും അറിയരുത്, ഏട്ടനും ആരും അറിയാതെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണേന്ന്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ, താങ്ക് യു.